ഇന്ന് നമ്മുടെ FBA സീരീസിന്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് FBAയിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ മാറ്റാനുള്ള പ്രൊസീജിയർ എന്താണ്, അതുപോലെ തന്നെ FBAയുടെ അഡ്രസ്സിനെ നമ്മുടെ GSTയിലെ അഡീഷണൽ പ്രൈസ് ഓഫ് ബിസിനസ് ആയിട്ട് എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. ഈ വീഡിയോ സീരീസിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ആമസോൺ ഫ്ലെക്സിനെ കുറിച്ചാണ്. ഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FBAയുടെ ഒരു വേരിയേഷൻ ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഫ്ലെക്സ് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ സീരീസ് കാണുന്ന ഭൂരിഭാഗം ആളുകളും കേരളത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ആമസോൺ FBA ഗോഡൗണുകൾ അവൈലബിൾ അല്ല, പകരമുള്ളത് ഫ്ലെക്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെക്സിനെ കുറിച്ച് ഈ ഒരു സീരീസിൽ പറയുന്നത്. അപ്പോൾ എന്താണ് FBA, എന്താണ് ഫ്ലെക്സ്, എന്താണ് ECG എന്ന് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് പോയി കാണുക, എന്നിട്ട് അതൊന്ന് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ കേരളത്തിലാണ്, നിങ്ങൾക്ക് FBA ഗോഡൗണിലേക്ക് തന്നെ അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്തായിട്ടുള്ളത് കോയമ്പത്തൂരിലും പിന്നെ അതുപോലെ തന്നെ ബാംഗ്ലൂരിലുമാണ് FBA ഗോഡൗൺ ഉള്ളത്. ഇതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കോയമ്പത്തൂരിലെ FBA ഗോഡൗണിലേക്കാണ് അയക്കണമെങ്കിൽ നിങ്ങൾക്ക് തമിഴ്നാടിന്റെ രജിസ്ട്രേഷൻ വേണം. നമ്മൾ ഈ സീരീസ് ലോഞ്ച് ചെയ്യുന്നത് മലയാളത്തിലായതുകൊണ്ട് ഭൂരിഭാഗം ആളുകളും GST എടുത്തിരിക്കുന്നത് കേരളത്തിലായിരിക്കും. അതാണ് നമ്മൾ ഫ്ലെക്സ് ചൂസ് ചെയ്യാനുള്ള മറ്റൊരു കാരണം. നിങ്ങൾ ഓൾറെഡി കർണാടകയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ആണ് GST എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് FBA ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതിൽ ആമസോൺ ഫ്ലെക്സിന്റെ കൂടെ തന്നെ ആമസോൺ FBAയുടെ പ്രോസസ്സുകൾ കൂടെ പറയുന്നുണ്ട്. ഈ സീരീസിന്റെ ലാസ്റ്റ് ആയിട്ട് നിങ്ങളിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും FBA ഫ്ലെക്സിലേക്ക് എങ്ങനെയാണ് മാറുക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ ബിസിനസ് ഫ്ലെക്സിലേക്ക് മാറ്റാനുള്ള ഫസ്റ്റ് പ്രോസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ജില്ലയുടെ ഇല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിന്റെ ഫ്ലെക്സിലേക്കാണോ മാറ്റേണ്ടത് അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തതിന് ശേഷം അവരുടെ അടുത്ത് നിന്ന് NOC എഗ്രിമെന്റ് അതുപോലെ തന്നെ BC എഗ്രിമെന്റ് വാങ്ങുക എന്നുള്ളതാണ്. ഇൻ കേസ് നിങ്ങൾ FBA ഗോഡൗണിലേക്കാണ് അയക്കുന്നതെങ്കിൽ നിങ്ങൾ വെബിലൂടെ പോയി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ NOCയും BCയും നിങ്ങൾക്ക് കിട്ടും. FBA ഗോഡൗണിന്റെ കാര്യങ്ങൾ നമ്മൾ ഈ സീരീസിന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ ആമസോൺ ഫ്ലെക്സിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ NOC എഗ്രിമെന്റും BC എഗ്രിമെന്റും ഫ്ലെക്സിന്ന് വാങ്ങിയതിനു ശേഷം അത് സൈൻ ചെയ്തതിനു ശേഷം ഫ്ലെക്സിന് തിരിച്ചയച്ചു കൊടുക്കുക. കേരളത്തിൽ കോഴിക്കോട്, കൊച്ചി, ട്രിവാൻഡ്രം, കോട്ടയം, തൃശ്ശൂർ ഈ സ്ഥലങ്ങളിലൊക്കെ ഫ്ലെക്സ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് ഗോഡൗണിലേക്ക് വേണമെങ്കിലും നിങ്ങളെ പ്രൊഡക്റ്റ് അയക്കാൻ പറ്റും. പക്ഷെ അവരുടെ അഡ്രസ്സ് നിങ്ങളുടെ GSTയിലേക്ക് അഡീഷണൽ പ്രൈസ് ഓഫ് ബിസിനസ് ആയിട്ട് ആഡ് ചെയ്യണമെന്ന് മാത്രം. ആ കാര്യങ്ങളാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ GSTയിലേക്ക് അഡീഷണൽ പ്രൈസ് ഓഫ് ബിസിനസ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫ്ലെക്സിനെ ആഡ് ചെയ്യുന്നതിന്റെ മുന്നേ ആ ഫ്ലെക്സിന്റെ കയ്യിൽ നിന്നും അവരുടെ ഏതെങ്കിലും ഒരു അഡ്രസ് പ്രൂഫ് നിങ്ങൾ വാങ്ങണം. അപ്പൊ നമുക്ക് നമ്മുടെ ആമസോൺ ഫ്ലെക്സിൽ നിന്ന് ആവശ്യമുള്ള അഡ്രസ് ഡോക്യുമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ മോസ്റ്റ്ലി ടാക്സ് റെസിപ്റ്റ് ആയിരിക്കും അവർ തരിക. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ചെയ്യാനുള്ളത് GSTയിൽ നമ്മളെ അഡീഷണൽ പ്രൈസ് ഓഫ് ബിസിനസ് ആയിട്ട് ആമസോൺ ഫ്ലെക്സിന്റെ അഡ്രസ്സിനെ ആഡ് ചെയ്യണം. അതെങ്ങനെയാന്ന് നോക്കാം. അത് നമ്മൾ എന്ത് ചെയ്യാം, GST പാനലിലേക്ക് ലോഗിൻ ചെയ്യാം. GST പാനലിലേക്ക് ലോഗിൻ ചെയ്യാൻ ജസ്റ്റ് GST ലോഗിൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തതിനു ശേഷം services.gst.government.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് പോയാൽ മതി. അപ്പോൾ ഇതിൽ ഓൾറെഡി നിങ്ങൾക്ക് GSTയുടെ യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാവും. ആ ക്രെഡൻഷ്യൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ആരാണോ നിങ്ങൾക്ക് കൊണ്ട് GST രജിസ്റ്റർ ചെയ്തത് അവരുടെ കയ്യിൽ നിന്നും അത് വാങ്ങാം. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്യാപ്ച സെക്യൂരിറ്റി ക്യാപ്ച കൊടുത്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാം. ഇപ്പം നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്തേക്കാണ്. അതിനുശേഷം ഇവിടെ സർവീസസിൽ രജിസ്ട്രേഷനിൽ അമെൻമെന്റ് ഓഫ് രജിസ്ട്രേഷൻ കോർ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ അമെൻമെന്റ് ഓഫ് രജിസ്ട്രേഷൻ കോർ ഫീൽഡ്സ് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനിക്കൊരു വാർണിംഗ് വരുന്നുണ്ട്. കാരണം ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വാർണിംഗ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യം നിങ്ങൾ ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, സേവ് ചെയ്യപ്പെടും. ആ സേവ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ പറയുന്നുണ്ട് ഡാഷ്ബോർഡിൽ സർവീസസിൽ യൂസർ സർവീസസിലും വഴി സേവ്ഡ് ആപ്ലിക്കേഷനിൽ അത് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന സർവീസസിൽ യൂസർ സർവീസസിൽ സേവ്ഡ് മൈ ആപ്ലിക്കേഷൻസിൽ നോക്കുക. അപ്പോൾ ഇവിടെ ഓൾറെഡി ഞാനൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, അത് എഡിറ്റ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഇൻ കേസ് ഫസ്റ്റ് ടൈമാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് ഈ പേജിലേക്ക് വരും. അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടെ സർവീസിലേക്ക് വന്നിട്ട് സർവീസ് രജിസ്ട്രേഷൻ അമെൻമെന്റ് ഓഫ് രജിസ്ട്രേഷൻ കോർ ഫീൽഡ് അടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇവിടത്തേക്ക് വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പൊ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡാറ്റകൾ മാറ്റേണ്ടത്. അപ്പൊ ഇവിടെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് എന്നുള്ള അടുത്തേക്ക് ആദ്യം അതിലേക്ക് വന്നതിന് ശേഷം അതിന്റെ താഴെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹാവ് അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പൊ നിങ്ങൾ ഇതുവരെ അഡീഷണൽ പ്ലേസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇത് ഓഫ് ആയിട്ടാണ് കാണാം. അപ്പൊ ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇത് ഇനാബിൾ ചെയ്യുക. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ പച്ചയാവും. ഇതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ ഇവിടെ വാണി കൊടുക്കുന്നില്ല, ക്യാൻസൽ കൊടുക്കാണ്. ക്ലിക്ക് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, പച്ചയാവും. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിലേക്കാണ് വരുന്നത്.
അപ്പൊ അടുത്ത പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത പേജിൽ അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് ആണ്. ഇവിടെ ഓൾറെഡി ഞാനൊരു പ്ലേസ് ആഡ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് എനിക്ക് ഒന്ന് കാണിക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾ ഇതുവരെ അഡീഷണൽ പ്ലേസ് ഒന്നും ആഡ് ചെയ്തില്ലെങ്കിൽ ഇവിടെ കാലാണ് ഉണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെ ഒന്നും ആഡ് ചെയ്തില്ലെങ്കിൽ ഈ കോളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്നിന്ന് ആഡ് ചെയ്യാം. ഇതുവരെ ഒന്നും ആഡ് ചെയ്യാത്ത ആളാണെങ്കിൽ. അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി ഒന്നും ഉള്ളത് കൊണ്ട് 2 നേടിയാണ്, അതായത് എത്ര അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് ആവശ്യമുണ്ട് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഉള്ളതുകൊണ്ട് 2 ആഡ് നിങ്ങൾ എന്ത് ചെയ്യും, ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ 1 ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ആഡ് ന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഇനാബിൾ ആയിട്ട് അത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ആദ്യത്തത് ബിൽഡിംഗ് നമ്പർ ആണ്, ബിൽഡിംഗ് നമ്പർ ഓർ ഫ്ലാറ്റ് നമ്പർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് നമ്പർ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ആമസോൺ ഫ്ലക്സിന്റെ ബിൽഡിംഗ് നമ്പർ ആണ്. അപ്പോൾ നിങ്ങൾ ആമസോൺ ഫ്ലക്സുമായിട്ട് സൈൻ ചെയ്ത BCA എഗ്രിമെന്റിൽ ആ ഒരു അഡ്രസ് ആമസോൺ ഫ്ലക്സിന്റെ ബിൽഡിംഗ് നമ്പർ നിങ്ങൾക്ക് ഉണ്ടാവും. ഇതൊരു BCA എഗ്രിമെന്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം പിന്നെ 60/5105 ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ അഡ്രസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ അഡ്രസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ബിൽഡിംഗ് നമ്പർ, ഫ്ലോർ നമ്പർ, നെയിം, റോഡ്, സ്ട്രീറ്റ്, സിറ്റി, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം. അടുത്തത് നിങ്ങൾക്ക് ഇവിടെ സ്റ്റേറ്റ് കേരളയാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യാം. അതുപോലെ സ്റ്റേറ്റ് ഓൾറെഡി കേരള ഉണ്ട്, കാരണം GST നമുക്ക് കേരള ഉള്ളത് കൊണ്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ഏതാണോ ഡിസ്ട്രിക്ട് അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം പിൻകോഡ് അടിക്കാം. ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ് നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഈ ചോപ്പ് കളർ കാണുന്ന സാധനങ്ങൾ മാത്രമേ നിർബന്ധമുള്ളൂ. അതിനുശേഷം കോൺടാക്ട് ഇൻഫർമേഷൻ നിങ്ങളുടെ ഇമെയിൽ ID, പിന്നെ അതുപോലെ തന്നെ പാസ്വേഡ്, മൊബൈൽ നമ്പർ കൊടുക്കാം. അപ്പൊ ഈ ഡാറ്റ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫാക്സ് നിർബന്ധമില്ല. ഇവിടെ നേച്ചർ ഓഫ് പ്രമിസസ് ആണ്. നേച്ചർ ഓഫ് പ്രമിസസ് നമ്മുടെ പറഞ്ഞ പോലെ തന്നെ FBA ആയതുകൊണ്ട് ഷെയർഡ് പ്രമിസസ് ആണ് നമുക്ക് വരിക. അപ്പൊ അത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൂഫുകൾ അപ്ലോഡ് ചെയ്യണം. ഇവിടെ ആദ്യം പ്രോപ്പർട്ടി ടാക്സ്, നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവർ അഡ്രസ് പ്രൂഫായിട്ട് എന്തെങ്കിലും തരും എന്നുള്ളത്. മോസ്റ്റ്ലി പ്രോപ്പർട്ടി ടാക്സ് ആണ് തരിക എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാം, പ്രോപ്പർട്ടി ടാക്സ് എന്ത് ചെയ്യാം അവിടെ അപ്ലോഡ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, പ്രോപ്പർട്ടി ടാക്സ് അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു സാധനം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, ഓരോന്നിനും ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെ പ്രോപ്പർട്ടി ടാക്സിന്റെ കണ്ടീഷൻ 100 KB ആയിരിക്കണം. അതുപോലെ തന്നെ PDF, JPEG ഫയലോ ആയിരിക്കണം. വേറെ എക്സ്റ്റൻഷൻ ഒന്നും സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ലീഗൽ ഓണർഷിപ്പ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും അവരുമായിട്ടുള്ള BSA എഗ്രിമെന്റ് ആണ്. ഈ എന്ത് ചെയ്യുന്നത്, പിന്നെ ലീഗൽ ഓണർഷിപ്പ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. BSA എഗ്രിമെന്റ് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ടാവും, അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. BSA എഗ്രിമെന്റ് ഒന്നെങ്കിൽ PDF ആവാം, അല്ലെങ്കിൽ JPEG ആവാം. അത് 1 MB കൂടാനും പാടില്ല, 1 MB താഴെയായിരിക്കണം ഉണ്ടാവുന്നത്. മോസ്റ്റ്ലി നിങ്ങൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് 1 MB കൂടുതൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഓൺലൈനിൽ ഏതെങ്കിലും പിന്നെ PDF റെഡ്യൂസർ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവരോട് പറയാം ഞങ്ങൾക്ക് 1 MB താഴെ വേണം ഈ സ്കാൻ ചെയ്ത ഡോക്യുമെന്റ് എന്നുള്ളത്. 20 പേജുള്ള ഡോക്യുമെന്റ് ആണ് ഏകദേശം BSA ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 20 പേജും സ്കാൻ എടുക്കുക. നിങ്ങൾ അതിൽ പിന്നെ ഒരു പേജിലെ സൈൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, പക്ഷെങ്കിൽ 20 പേജും സ്കാൻ ചെയ്തെടുക്കുക. കാരണം GST രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേപ്പർ ഉണ്ടെങ്കിൽ ചില സമയത്ത് അവർ എന്ത് ചെയ്യും, ഒഴിവാക്കി വിടും. അതിന് വേണ്ടിയിട്ടാണ്. അടുത്ത് കൊടുക്കാനുള്ളത് കോൺസെന്റ് ലെറ്റർ ആണ്. കോൺസെന്റ് ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NOC എഗ്രിമെന്റ് ആണ്. കോൺസെന്റ് ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ NOC എഗ്രിമെന്റ് ആണ്. അതായത് ഞാൻ മുന്നേ പറഞ്ഞു, പിന്നെ നമ്മൾ ആമസോണായിട്ട് സൈൻ ചെയ്യുന്ന 2 എഗ്രിമെന്റ് ആണുള്ളത്. ഒന്ന് പിന്നെ NOC അതുപോലെ BSA എന്നുള്ളത്. അപ്പോൾ BSA എന്നുള്ളത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ലീഗൽ ഓണർഷിപ്പ് ഡോക്യുമെന്റ് ആയിട്ട് കൊടുക്കാം. NOC എന്നുള്ളത് കോൺസെന്റ് ലെറ്റർ ആയിട്ട് കൊടുക്കാം. അതിനും അതേ കണ്ടീഷൻ തന്നെ ഉണ്ട്, 100 KB താഴെയായിരിക്കണം. അതുപോലെ തന്നെ PDF അല്ലെങ്കിൽ JPEG ഫയൽ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് MB കുറച്ച് സ്കാൻ ചെയ്യാം. അപ്പൊ ഞാൻ 2 ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ 2 ഡോക്യുമെന്റ് ആണ് മാക്സിമം അപ്ലോഡ് ചെയ്യാൻ പറ്റാം. പിന്നെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ഞാനിപ്പോ പ്രോപ്പർട്ടി ടാക്സും കൺസെന്റ് ലെറ്ററുമാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ ഡോക്യുമെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ലീഗൽ അഗ്രിമെന്റ്, അതായത് ലീഗൽ ഓണർഷിപ്പ് അഗ്രിമെന്റ് വേണ്ടി വരും. അപ്പൊ ഇൻ കേസ് അത് അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മളിത് പിന്നെ സബ്മിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് മെയിൽ വരും. ഇന്ന് എന്താണ് നിങ്ങൾ പിന്നെ ഇതിന്റെ ലീഗൽ ഓണർഷിപ്പ് ഡോക്യുമെന്റ് കൂടെ ഇതിന്റെ കൂടെ വേണം എന്നുള്ള രീതിയിൽ മെയിൽ വരും. അപ്പൊ നിങ്ങൾ ആ മെയിലിന്റെ റിപ്ലൈ ആയിട്ട് ആ ഒരു ഡോക്യുമെന്റ് സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അവരവിടെ വെരിഫൈ ചെയ്തിട്ട് അപ്രൂവ് ചെയ്തോളും. മാക്സിമം ഒരു 15 ദിവസം വരെ ഈ വെരിഫിക്കേഷൻ എടുക്കാറുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏതാണ് ബിസിനസിന്റെ നേച്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ വയർഹൗസ് വർക്ക് ഡിപ്പോർട്ട് എന്നുള്ള കൊടുക്കാം. റീസൺ എന്താണെന്ന് വെച്ചാൽ വയർഹൗസ് ഓഫ് ഇ-കൊമേഴ്സ് സെല്ലിംഗ് ജസ്റ്റ് കൊടുത്താൽ മതി. ഇ-കൊമേഴ്സ് സെല്ലിംഗിന്റെ വയർഹൗസ് ആണല്ലോ. പിന്നെ അമെന്റ്മെന്റ് ഡേറ്റ് നിങ്ങൾ എന്നാണോ ഇത് ചെയ്യുന്നത് അന്നത്തെ ഡേറ്റ് കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പൊ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അടുത്ത പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വെരിഫിക്കേഷൻ ആണ്.
അതായത് ഈ എൻ്റർ ചെയ്തിരിക്കുന്ന ഡാറ്റയൊക്കെ സത്യമാണെന്നുള്ള വെരിഫിക്കേഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഓതറൈസ്ഡ് സിഗ്നേറ്ററി ആരാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ഓതറൈസ്ഡ് സിഗ്നേറ്ററിന്റെ ലിസ്റ്റ് ഇവിടെ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, പ്രോസസ് ചെയ്താൽ മതി. പ്ലേസ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ആ പ്ലേസ് കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ അത് സബ്മിറ്റ് ചെയ്യാൻ 2 ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഈ GSTയുടെ അമെന്റ്മെന്റ് നിങ്ങൾക്ക് 2 രീതിയിൽ സബ്മിറ്റ് ചെയ്യാം. ഇവിടെ സബ്മിറ്റ് വിത്ത് DSC, സബ്മിറ്റ് വിത്ത് EVC എന്നുള്ള 2 ഓപ്ഷൻസ് കാണാം. DSC എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമ്പനി രജിസ്ട്രേഷൻ ചെയ്തതാണെങ്കിൽ LLCയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡോ ആയിട്ട് കമ്പനി രജിസ്ട്രേഷൻ ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ കിട്ടിയിട്ടുണ്ടാവും. ആ ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ച് പ്രോസസ് ചെയ്യുന്നതിനാണ് സബ്മിറ്റ് വിത്ത് DSC കൊടുക്കുക. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാം. നമ്മളിപ്പോൾ ഭൂരിഭാഗവും ചെയ്യുന്നത് EVC വെച്ചിട്ടാണ്. EVC എന്ന് പറഞ്ഞാൽ നമ്മൾ ആധാർ നമ്പർ കണക്ട് ആയിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് എന്ത് ചെയ്യും, ഒരു OTP വരും. ആ OTP ഇവിടെ അടിച്ചിട്ട് പ്രോസസ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സബ്മിറ്റ് വിത്ത് EVC കൊടുക്കുക. സബ്മിറ്റ് വിത്ത് EVC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ GSTയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. നമ്മളിവിടെ ഭൂരിഭാഗം ആളുകളും കമ്പനി രജിസ്ട്രേഷൻ ചെയ്യാതെ സിംഗിൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പോവാണ്. അപ്പൊ എന്ത് ചെയ്തു, നമുക്കിവിടെ OTP has been sent to email and mobile number registered GST. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, OTP has been sent to your email and mobile number registered at the GST portal എന്നുള്ളത്. അപ്പോൾ GST പോർട്ടലിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് എന്തിട്ടുണ്ട്, OTP വന്നിട്ടുണ്ടാവും. ആ OTP എടുക്കുക, നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് വാലിഡ് ആയിട്ട് OTP കൊടുക്കുക. വാലിഡ് ആയിട്ട് OTP കൊടുത്തിട്ട് നിങ്ങളുടെ OTP കറക്റ്റ് ആണ്, ഇവിടെ സക്സസ്, താങ്ക് യു ഫോർ സബ്മിഷൻ വരും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് GSTയിലേക്ക് പുതിയൊരു അഡീഷണൽ പ്രൈസ് ആഡ് ചെയ്യാനുള്ള പ്രോസസ്സ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വ്യൂ മൈ സബ്മിഷൻസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്ത കാര്യങ്ങൾ കംപ്ലീറ്റ് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇവിടെ നമ്മുടെ ARN നമ്പർ ഉണ്ടാവും. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലിലേക്ക് അവർ ഒരു ARN നമ്പർ അയക്കും. ARN നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ട്രാക്ക് ചെയ്യാനുള്ള ഒരു യൂണിക് നമ്പറാണ്. ആ നമ്പർ നിങ്ങളുടെ GST പാനലിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, കുറെ സബ്മിഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഏതാണെന്നുള്ള ഡൗട്ട് ഉണ്ടാവും. ഡേറ്റ് വെച്ചിട്ടൊക്കെ വേണം കണ്ടുപിടിക്കാം. എന്നിട്ട് ഈ ARN നിങ്ങൾക്ക് മെയിലും വന്നിട്ടുണ്ടാവും, ഇവിടെ ഉണ്ടാവും. വേണമെങ്കിൽ ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മെയിലിൽ എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അത് ട്രാക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾ രജിസ്ട്രേഷനിൽ ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുള്ളതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾ ARN നമ്പർ പേസ്റ്റ് ചെയ്ത് സെർച്ച് കൊടുക്കാം. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ARN നമ്പർ കാണാൻ പറ്റുന്നുണ്ട്, ആപ്ലിക്കേഷന്റെ എന്താണെന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സ്റ്റാറ്റസ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെൻഡിങ് ആണ് ഉണ്ടാവുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റാറ്റസുകൾ ഏതൊക്കെ. പെൻഡിങ് ഫോർ പ്രോസസിംഗ് ആണ് നിങ്ങൾ ആദ്യം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ കേസ് അവർക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫയൽ വേണമെങ്കിൽ, അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തത് മോസ്റ്റ്ലി ചോദിക്കുക നിങ്ങളെ ലീഗൽ അഗ്രിമെന്റ് ആയിരിക്കും. ലീഗൽ അഗ്രിമെന്റ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞുള്ള ഒരു സാധനമായിരിക്കും ചോദിക്കുക. അതായത് നമ്മുടെ BSA അഗ്രിമെന്റ് ആയിരിക്കും. BSA അഗ്രിമെന്റ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ടാക്സ് റെസീറ്റും പിന്നെ അതുപോലെ തന്നെ NOC മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ BSA അഗ്രിമെന്റ് ആയിരിക്കും അവർ ചോദിക്കുക. അപ്പോൾ BSA അഗ്രിമെന്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇൻ കേസ് ഇവിടെ വരികയാണ് പെൻഡിങ് ഫോർ ക്ലാരിഫിക്കേഷൻ എന്ന് വരികയാണ്. ഇവിടെ പെൻഡിങ് ഫോർ ക്ലാരിഫിക്കേഷൻ എന്ന് വരികയാണെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് ഒരു മെയിലും വരും. എങ്ങനെ പെൻഡിങ് ഫോർ ക്ലാരിഫിക്കേഷൻ ഉണ്ട്, നിങ്ങളുടെ BSA അഗ്രിമെന്റ് ഇല്ലെങ്കിൽ അഗ്രിമെന്റ് ഓഫ് ലീഗൽ ഓണർഷിപ്പും കൂടെ വേണം എന്ന് പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ മെയിലിന് റിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ അടുത്തത് പെൻഡിങ് ഫോർ ക്ലാരിഫിക്കേഷൻ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടാവും, മെയിലിന് അവർക്ക് റിപ്ലൈ കൊടുത്താൽ മതി. അപ്പോൾ ഇൻ കേസ് പെൻഡിങ് ഫെയിൽഡ് ആണെങ്കിൽ, അതായത് എന്തെങ്കിലും കാര്യം കൊണ്ട് പിന്നെ ക്ലാരിഫിക്കേഷൻ പെൻഡിങ് ഫോർ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ അവർ ചോദിച്ചു, പെൻഡിങ്ങിനുള്ള ചോദിച്ചു, ഫയൽ ചോദിച്ചു, നിങ്ങൾ അത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ അവർക്ക് അയച്ചു കൊടുത്ത് പ്രോപ്പറായിട്ട് അവർക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ക്ലാരിഫിക്കേഷൻ പെൻഡിങ് ഫോർ ഓർഡർ എന്ന് പറഞ്ഞുള്ള ഈ ഒരു കാര്യം വരും. ഇൻ കേസ് നിങ്ങൾ ക്ലാരിഫിക്കേഷൻ അവർക്ക് അയച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ക്ലാരിഫിക്കേഷൻ നോട്ട് ഫയൽഡ് എന്നുള്ള വരും. അവർ നിങ്ങളുടെ GST അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇതുപോലെ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് വരും. ഇൻ കേസ് റിജക്ട് ചെയ്യണം, റിജക്റ്റഡ് എന്ന് വരും. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഉണ്ടാവുക എന്താണെന്ന് വെച്ചാൽ പെൻഡിങ് ഫോർ പ്രോസസിംഗ് ആയിരിക്കും. അതായത് നിങ്ങൾ അയച്ചു, സക്സസ്ഫുൾ ആയിട്ട് അയച്ചു, അവര് വെരിഫൈ ചെയ്യാനുള്ള ടൈം ഉണ്ട് എന്നുള്ളതാണ്. പെൻഡിങ് ഫോർ ക്ലാരിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മെയിൽ ചെക്ക് ചെയ്ത് നോക്കാം, എന്തെങ്കിലും കാര്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യാം, റിപ്ലൈ ചെയ്യാം. മോസ്റ്റ്ലി ലീഗൽ അഗ്രിമെന്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളത് സക്സസ്ഫുള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്ലാരിഫിക്കേഷൻ പെൻഡിങ് ഫോർ ഓർഡർ എന്നുള്ളത് വരും. അപ്പൊ അത് നോക്കുക, അതാണ് സ്റ്റാറ്റസ് എന്നുള്ളത്. അങ്ങനെയാണ് വെയിറ്റ് ചെയ്യുക. അവരത് 2-3 ദിവസം വെരിഫൈ ചെയ്തിട്ട് അപ്രൂവ് ചെയ്യും. നിങ്ങൾക്ക് മെയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്വന്തം മെയിലായിരിക്കും ചെക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ GST രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ മെയിലായിരിക്കും, ചിലപ്പോൾ GST രജിസ്റ്റർ ചെയ്ത ആളുടെ മെയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് മെയിലാണോ GST രജിസ്റ്റർ ചെയ്തത് അതിൽ വേണം ചെക്ക് ചെയ്യാൻ. അപ്പൊ ഇത്രയാണ് നമ്മൾ അഡീഷണൽ പ്രൈസ് ഓഫ് ബിസിനസ് ആഡ് ചെയ്യാനുള്ള പ്രോസസ്സുകൾ.
അടുത്തതിൽ നമുക്ക് FBA രജിസ്ട്രേഷന്റെ പ്രോസസ്സുകൾ പറയാം. അപ്പോൾ അഡീഷണൽ പ്രൈസ് ആഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാർഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലേക്ക് ജോയിൻ ചെയ്യുക. ഈ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 1 മണിക്കൂർ ഫ്രീ ആയിട്ട് അവിടെ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡൗട്ട് ചോദിക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന് ആ സമയത്ത് ഡൗട്ട് ചോദിക്കാൻ പറ്റാതെ വരിക, അതിനുശേഷം വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർഗ്രാമിന്റെ എക്സ്ക്ലൂസീവ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് അവിടെ ചോദിക്കാവുന്നതാണ്.